കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബീഫ് ഉലർത്തിയതാണ്. നാടൻ രീതിയിലുള്ള ബീഫ് ഉലർത്തുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഞാനിന്ന് വളരെ കുറച്ച് ഇറച്ചി മാത്രമേ എടുത്തുള്ളൂ. 250 ഗ്രാം ബീഫ് വെച്ചാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ബീഫ് കഴുകി നല്ല പോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 2 പച്ചമുളക്, കറിവേപ്പില, സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പൊടികൾ കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, ഇത്രയും ഇടുക. ഉപ്പും കൂടെ ഇട്ട് കുക്കർ അടച്ചു വെച്ച് വേവിക്കാൻ വെക്കും. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. നല്ലപോലെ ഇളക്കിയതിന് ശേഷം വേവിക്കാൻ വെക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇറച്ചി അവിടെ 4 വിസിലായിട്ടുണ്ട്. പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി എല്ലാം ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. സവാള നിറം മാറുന്നത് വരെ നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് വഴന്നു വരുമ്പോൾ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഉള്ളികൾ ഇളം ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഉള്ളികൾ നല്ല ഇളം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി 1.5 ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ലാസ്റ്റാണ് ഇടുന്നത്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി ഇത്രയും ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം തീ കുറച്ച് വെച്ച് പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച തക്കാളി നല്ല വെന്ത് മസാലയോടുകൂടെ മിക്സ് ആവുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. തക്കാളി നല്ലവണ്ണം മൂത്ത് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കും. അതിന് ശേഷം നല്ലവണ്ണം മസാലയും ഇറച്ചിയും നല്ല മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് മാറ്റി വെച്ച കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഇരുന്ന കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം വറ്റിച്ചെടുക്കാം. കറി നല്ല വറ്റി ഉണങ്ങി വരുമ്പോൾ കറിവേപ്പില ഇട്ടതിന് ശേഷം അടുപ്പ് അണക്കുക. നല്ല ടേസ്റ്റുള്ള ഇറച്ചി ഉലത്തിയത് അഥവാ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്തു നോക്കണം. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാവുന്നതാണ്. ഇനി അടുപ്പ് ഓഫ് ചെയ്യാം.
നല്ല ടേസ്റ്റുള്ള ബീഫ് ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.